ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും ടേസ്റ്റിയിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരം നോക്കാം. അപ്പോൾ ഒരേ മാവ് കൊണ്ട് 2 തരത്തിൽ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ തൊലി കറുത്ത് വരുന്ന കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു 3-4 എണ്ണം. അപ്പോൾ അത് ഇനി നമുക്ക് അത് വട്ടത്തിലൊന്ന് നുറുക്കിയെടുക്കാം. അപ്പോൾ പഴം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പഴുത്ത പഴം വേണം നോക്കിയെടുക്കാനായിട്ട്. ഏറ്റവും പഴുത്ത പഴം ഉണ്ടോ അത്രയും നല്ലത്. അപ്പം ഇനി അതിലേക്ക് കുറച്ച് അവിലും കൂടി വേണം. പിന്നെ അതിനുശേഷം നമ്മൾ ഇത് നെയ്യിലിട്ടിട്ട് അവിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അവിൽ ഞാനിവിടെ നെയ്യിലാണ് മൂപ്പിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിവാക്കാവുന്നതാണ്. നെയ്യ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ വെറുതെ വറുത്ത് കോരിയാലും മതി. പിന്നീട് ഇനി നമുക്ക് അതിലേക്ക് തന്നെ പഴം ഇട്ട് കൊടുക്കാം, നുറുക്കി വെച്ചിരിക്കുന്ന പഴം. അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇപ്പം നമ്മുടെ പഴവും അവിലും ഒക്കെ കൂടി നന്നായിട്ട് മൂത്ത് വരണം. പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോയാലും കുഴപ്പമില്ല. നമുക്ക് ഉടഞ്ഞ് പരുവാകുമ്പോഴാണ് നമ്മൾ നാളികേരം കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഒരു മുറി നാളികേരമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നാളികേരം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം നാളികേരവും പഴവും അവിലും ഒക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇനി 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം, 1 കപ്പ് അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം, അതായത് കറുത്ത എള്ള് ഒരു 2 സ്പൂൺ. പിന്നീട് നമുക്ക് വേണ്ടത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പഴവും അവലും ഒക്കെ കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവും പഴവും ഒക്കെ അവിലും ഒക്കെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ ഈ മാവ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. അധികം ഡ്രൈ ആവാനും പാടില്ല, എന്നാൽ കൂടുതൽ ലൂസ് ആവാനും പാടില്ല. അങ്ങനെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ പഴവും നെയ്യും ഒക്കെ ഉള്ളത് കാരണം കുട്ടികൾക്കൊക്കെ നല്ല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും. അപ്പോൾ ഇതാ മാവൊക്കെ ഞാൻ ഇതുപോലെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വറുത്ത് കോരി മാറ്റാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളകളാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ കാരണം ഉരുളകളാക്കി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളു വേവാൻ കുറച്ച് സമയം വേണം. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഒരു സ്നാക്കാണിത്. അപ്പോൾ നേന്ത്രപ്പഴം ഒന്നും ഇഷ്ടമല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ കുട്ടികൾക്കൊക്കെ നേന്ത്രപ്പഴം കഴിക്കുകയും ചെയ്യാം. ഇതുപോലത്തെ സ്നാക്കാവുമ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു സൈഡൊന്നും മൊരിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഈ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ ആദ്യത്തെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് ഇതേ മാവ് ഉപയോഗിച്ച് തന്നെ രണ്ടാമത്തെ സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 സ്പൂൺ ശർക്കരപ്പൊടി അതേ മാവിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ, മധുരം ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവും ശർക്കരപ്പൊടിയും എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം.
അപ്പോൾ വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് എണ്ണയിലുള്ള സ്നാക്കൊക്കെ കൊടുക്കാൻ മടിയാണല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, ഒരുപാട് ഇഷ്ടാവും. പിന്നെ ഈ മാവ് നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഒരു ദിവസം നമ്മൾ എണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കിയാൽ പിറ്റത്തെ ദിവസം നമുക്ക് എണ്ണ ഇല്ലാത്ത സ്നാക്കും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ 2-3 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഈ മാവ് കേടും വരില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇലയിലേക്ക് നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടയൊക്കെ പരത്തില്ലേ അതുപോലത്തെ ആ ഷേപ്പല്ല, ഒരു ചെറിയതായിട്ട് വട്ടത്തിലാണ് ഞാൻ പരത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം, അതായത് ഒരു ദോശക്കല്ല്, അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, നെയ്യില്ലാതെ ഉണ്ടാക്കാം കേട്ടോ. നെയ്യില്ലാതെ വെറും പാനിൽ ചൂടാക്കിയതിന് ശേഷം എണ്ണയോ നെയ്യോ ഒന്നും ഉപയോഗിക്കാതെ ഇത് ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ഒഴിച്ചു കൊടുത്തെന്നുള്ളൂ, ഇവിടെ മക്കൾക്ക് നെയ്യ് ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്കിത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് നീക്കി എല്ലതും ഒരു 4 എണ്ണം വീതം ഒരുമിച്ച് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കിയതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എല്ലതും വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ, അതിനപ്പുറം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ചെയ്യരുത്. കാരണം ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് മൊരിഞ്ഞു വരുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ 2ാമത്തെ സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്